പോലീസുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ട്രെയിനിങ് വീഡിയോയുടെ പാർട്ട് വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, എന്നും ഞാൻ പോലീസ് ജോലിയെ സപ്പോർട്ടീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിരവധി നല്ല കമൻസ് വരുന്നതോടൊപ്പം കുറച്ച് ജോലിയുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് കമൻസ് വരുന്നതിന് മുൻനിർത്തി അതിനെ കൂടി അംഗീകരിച്ചുകൊണ്ട് ഇതിലെ ബുദ്ധിമുട്ടുകൾ അടങ്ങുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ഒരിക്കലും ഇതൊരു ഡീമോട്ടിവേറ്റീവ് വീഡിയോ അല്ല. എപ്പോഴും മോട്ടിവേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം അത്രത്തോളം ടോപ്പ് ലെവൽ ജോലി തന്നെയാണ് പോലീസ് എന്ന് പറയുന്ന ജോബ്. കാരണം ഇത്രയും എക്സിക്യൂട്ടീവ് പവർ കിട്ടുന്ന ഒരു ജോലിയും ഇല്ല. അത് ഞാൻ തുറന്ന് തന്നെ പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് ആൾക്കാർ പോലീസ് ജോലി നിർത്തി പോകുന്നു എന്ന് പറയുന്നൊരു വാർത്ത പരക്കെ പോകുന്നു. കാരണം പോലീസിൽ ജോലി വാങ്ങുക എന്ന് പറയുന്നത് നിരവധി കടമ്പകൾ ഉണ്ടെങ്കിലും മറ്റ് ഓഫീസ് തസ്തികകൾ പോലെ അത്രയും കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു തസ്തിക കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കട്ട് ഓഫ് മറ്റ് ഓഫീസ് ക്ലറിക്കൽ പോസ്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറച്ച് കുറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ജോലി വാങ്ങുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിൻ്റെയും കട്ട് ഓഫ് ഉയർന്നു കൂടി പോവുകയാണ്. അപ്പോൾ വരും പരീക്ഷകളുടെ കട്ട് ഓഫ് നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് ഒന്നാമത്തെ കാര്യം ലീവ് കിട്ടില്ല. ലീവ് എന്ന് പറയുന്ന ഒരു പ്രശ്നം. ഇപ്പം നാളെ നിങ്ങളുടെ ഒരു പെങ്ങളുടെ കല്യാണമാണ്, അല്ലെങ്കിൽ അനിയൻ്റെ കല്യാണമാണ്. നിങ്ങളതിന് 4 ദിവസത്തേക്കോ 5 ദിവസത്തേക്കോ ലീവ് വെച്ചേക്കുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്നൊരു എമർജൻസി ഡ്യൂട്ടി വന്നു. നേരെ ഫുൾ ഫോഴ്സിനെയും അങ്ങോട്ട് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്ത് വിടും. അപ്പോൾ അതിൽ നിങ്ങൾ ഉൾപ്പെടാം. അപ്പോൾ നിങ്ങൾ വച്ചേക്കുന്ന ഈ 4-5 ദിവസത്തെ ലീവുകളുടെ എണ്ണം കുറയാം. ചിലപ്പോൾ ലീവ് കിട്ടിയില്ലെന്ന് തന്നെ വരാം. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴാണ് ഭൂരിഭാഗം പേരും മടുക്കുന്നത്. 2, ഫാമിലി ജീവിതത്തിൽ കുറേയധികം നമ്മൾ ജോലിയിൽ കമ്മിറ്റ്മെൻറ്റ് കാണിച്ച് നിൽക്കേണ്ടി വരും. ഫാമിലിയിലുള്ള പല പ്രോഗ്രാമിലും നമുക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി അവസരങ്ങൾ വരുന്നതാണ് ഏറ്റവും വലിയ കഠിനമായ കാര്യം. പിന്നെ ജോലിഭാരം. എല്ലാ ജോലിക്കാരും, സർക്കാർ ജോലിക്കാരായാലും മറ്റ് ജോലിക്കാരായാലും 7 ദിവസത്തിൽ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നു. ഒരു വീക്കിലി ഓഫ് കിട്ടും. അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ പോലീസിൻ്റെ ജോലി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഓഫ് കിട്ടേണ്ട ഡേറ്റിലായിരിക്കും അടുത്തൊരു ഡ്യൂട്ടി വരുന്നത്. ആ സമയം ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് അത് അധിക ശമ്പളമായി നിങ്ങൾക്ക് ലഭിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ലീവാണ് ഒന്നാമത്തെ ഘടകം. 2, ഓവർ ഡ്യൂട്ടി. നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണമായി പറയുകയാണ്. ഇങ്ങനെ തന്നെയാണ് എന്നില്ല, പക്ഷേ എന്നാലും പറയുകയാണ്. 9 മണിക്ക് നിങ്ങൾക്കൊരു ഡ്യൂട്ടി തന്നു, 7 മണിക്ക് ഡ്യൂട്ടി തീർന്നു എന്നൊരവസ്ഥയിലാണ് നിങ്ങൾക്കൊരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് തന്നേക്കണമെന്ന് വിചാരിക്കുക. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 7 മണിക്ക് തീരും. ഈ ഡ്യൂട്ടി ചിലപ്പോൾ 7 മണി എന്നുള്ളത് രാത്രി 1 മണി വരെ നീങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്കൊരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി നിങ്ങൾ അവിടെ നിന്ന് ഡ്യൂട്ടി മടക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്ത് നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ നിന്ന് ബൾക്കായിട്ട് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആവാം. അങ്ങനെയൊക്കെ ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. പോലീസ് എന്ന വാക്ക് തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ പറയും പിക്കും ഓക്കും എല്ലിനും ഐക്കും സിക്കും ഈക്കും ഒക്കെ ഓരോ ഡെഫിനിഷൻസ് ഉണ്ട് അല്ലേ. പക്ഷെ എന്നാലും കറക്റ്റ് പോലീസിൻ്റെ ഡെഫിനിഷൻ അതല്ല. നമ്മൾ ഇതിൽ ഓ ഫോർ ഒബീഡിയൻറ്റ് അതെല്ലാം പറയും. പക്ഷെ അതല്ല ബി പൊളൈറ്റ് അത് പറയും. അത് സിനിമയിലുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ പോലീസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റീവ് ഓർഗനൈസേഷൻ ഫോർ ലാ ഇൻഫ്രിഞ്ച്മെൻറ്റ് ആൻഡ് സിവിൽ എറേഴ്സ് ആണ് യഥാർത്ഥ കറക്റ്റ് ഡെഫിനിഷൻ. അതിൻ്റെ ഫുൾ ഫോമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടത്. ഓക്കെ, പിന്നെ ഇതിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ജോലിഭാരം തന്നെയാണ്. ഒന്നാമത് ലീവ് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞു. രണ്ടാമത് ജോലിഭാരം, ഈ ഒരു ടൈം കൂടി പോകുന്ന ഒരു ബുദ്ധിമുട്ട്, അതൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് മെയിനായിട്ടും ആൾക്കാർ ഇതിൽ ഒരു വിമുഖത കാണിക്കുന്നത്. ഓക്കെ, 2, ഇതിൽ മെയിനായിട്ടുള്ള കാര്യം ഇതിനെങ്ങനെ നിങ്ങൾക്ക് ചെറുക്കാമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ജോലിയെ എപ്പോഴും ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുക. കഷ്ടപ്പെട്ട് ജോലി ഇഷ്ടപ്പെടണം കേട്ടോ. കഷ്ടപ്പെട്ട് ജോലി ഇഷ്ടപ്പെടണം. അതാണ് ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്ന കാര്യം. ഇനി കഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ട്. അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടാലേ നമുക്ക് നിൽക്കാൻ പറ്റൂ. അപ്പോൾ അത് ഇഷ്ടക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഏത് ജോലിയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ ജോലി തന്നെ ചെയ്യണം. ഈ ജോലിയേ ഉള്ളൂ എന്നൊന്നുമില്ല.
വേറെ ജോലിയാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ അത് തന്നെയാണ് നല്ല ജോലി. പല ജോലികളുണ്ട്, ടോപ്പ് ലെവൽ ജോലി തൊട്ട് ഡൗൺ വരെ ഉള്ളത്. അപ്പോൾ അതിൽ പോലീസിൽ ഏറ്റവും ടോപ്പ് ലെവൽ തൊട്ട് താഴെ വരെ ഉള്ളതിൽ ഉന്നത അധികാരികൾ പറയുന്നതനുസരിച്ച് വേണം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ നിങ്ങൾ ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് ഇതേ കിട്ടിയോളൂ എന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങളുടെ പിടിവള്ളിയാണ്. ഒരിക്കലും അന്നത്തെ വിമർശിച്ച് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അതൊരു പ്രധാന ഘടകമാണ്. കാര്യം നിങ്ങൾക്കിപ്പോൾ നിലവിൽ വേറെ ഒരു ജോലിയും ഇല്ല, പോലീസ് ജോലിയെ കിട്ടിയോളൂ എന്നൊരു ചിന്താഗതി പാടില്ല. കാരണം പോലീസ് ജോലിയുടെ ശമ്പളം എന്ന് പറയുന്നത് ഉയർന്ന സ്കെയിലാണ്, ഉയർന്ന സ്കെയിൽ തന്നെയാണ്. കാരണം +2 ലെവൽ യോഗ്യതയുള്ള തസ്തികയാണ്. മറ്റ് +2 ലെവൽ തസ്തികകൾ യൂണിഫോം ജോബായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ബേസിക് കിട്ടുന്ന ഒരു ജോലി ഇല്ല. ഓക്കെ, ജോലികളുള്ള കഷ്ടപ്പാട് തന്നെയാണ് അതിൽ മുൻനിർത്തി ശമ്പള സ്കെയിൽ അത്രയും ഉയർത്തി കൊടുത്തേക്കുന്നത്. അപ്പോൾ മറ്റ് ജോലികൾ, ഈ ജോലി ഉപേക്ഷിച്ച് മറ്റ് താഴ്ന്ന ജോലികളിലേക്കും ഉയർന്ന ജോലികളിലേക്കും പോകുന്നവരുണ്ട്. ഉയർന്ന ജോലി കിട്ടിയ ഉദാഹരണം, എത്ര ഇഷ്ടപ്പെട്ട ഒരു ഉയർന്ന ജോലി, നിങ്ങൾക്ക് പോലീസിനേക്കാൾ 10,000 രൂപ കൂടുതൽ കിട്ടുന്ന ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും പോകണം. അത് ആരും അതിനെ സപ്പോർട്ടീവായിട്ടേ അതിനെ പറയത്തുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് പോവാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി മാത്രമേ എപ്പോഴും ചെയ്യാവൂ. പിന്നെ ഇതിൽ ഉള്ള ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ആ ജോലി എത്രത്തോളം അതിലുള്ള പോസിറ്റീവ്സ് കുറേ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലാകാം. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ പോലെ പലരും ഇതിനെ കുറ്റം പറയുന്നവരുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ, അന്നം അത് തന്നെയാണ് വരുന്നത്. കാരണം ഇതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, അതാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ജീവിത നിലവാരം ഇപ്പോൾ എങ്ങനെയാണ് എന്നൊരു കാര്യം ചിന്തിക്കുക. അതറിയാവുന്നവർ പോലും നമ്മൾ എപ്പോഴും മനുഷ്യരല്ലേ, ഞാനായാലും ഈ വോയിസ് പറയുന്ന ഞാനായാലും നമ്മളെപ്പോഴും മുന്നോട്ടേ ചിന്തിക്കത്തുള്ളൂ അല്ലേ. എങ്ങനെ ഉയരാം, നമുക്ക് 10,000 സാലറി കിട്ടുമ്പോൾ 20,000 എങ്ങനെ കിട്ടും എന്നേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. 50 കിട്ടുമ്പോൾ 60 എങ്ങനെ കിട്ടും, 1 എങ്ങനെ കിട്ടും, അങ്ങനെ എല്ലാവരും ഇക്കരെ നിന്ന് നോക്കുമ്പോൾ അക്കരെ പച്ച എന്നൊരു ചൊല്ലില്ലേ, അതേപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിതിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഒരു ജോലി അങ്ങനെ ബുദ്ധിമുട്ടായി കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് പോകാം, ഇല്ലാത്തവർക്ക് ഇതിൽ തന്നെ തുടർന്നുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയും. നമ്മൾ ചെയ്യുന്നത് ജോലിയാണ്. അപ്പോൾ ജോലി നിലനിർത്തി ജോലി ചെയ്തേ പറ്റത്തുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി അതല്ല, പിന്നെ ഇതിലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. കലാപങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കേണ്ടി വരും, നമുക്ക് നേരെ അറ്റാക്ക് വരാം, നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ക്രൂഷ്യൽ നിമിഷങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വൈറലാണ്. ആരാണ് എപ്പോഴാണ് വൈറലാകുന്നത് എന്നും പറയാൻ പറ്റില്ല, സീനാണ്. സോ നമ്മൾ വളരെ കെയർ ചെയ്ത് ജോലി ചെയ്യേണ്ട ഒരവസ്ഥയാണ് പോലീസിലുള്ളത്. എന്തും എപ്പോഴും സംഭവിക്കാം, നമുക്ക് ജോലിയെ ബാധിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം. ആയതിനാൽ അതിന് മുൻകരുതൽ എടുത്തുകൊണ്ട് വളരെ രീതിയിൽ വളരെ അച്ചടക്കപരമായി ജോലി ചെയ്യേണ്ട ഒരു ജോലിയാണിത്. അച്ചടക്കത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുന്നു അതിൻ്റേതായ പ്രശ്നങ്ങൾ നമുക്ക് വരും. അത്രയും സ്ട്രിക്റ്റ് പിടിച്ച ഒരു സെക്ഷൻ ആയതുകൊണ്ട് എല്ലാവരും നമ്മളൊരു ഒരു കൂട്ടിനുള്ളിൽ, ഒരു വലയ്ക്കുള്ളിൽ അകപ്പെട്ട സിറ്റുവേഷനാണ്. അത് പൊട്ടിച്ച് വെളിവരാൻ ഒരിക്കലും പറ്റത്തില്ല. അതിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ ചേർത്ത് നിൽക്കാം, അതാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയേണ്ടത്. ജോലിയിൽ കഷ്ടപ്പാടുകൾ ഏറെയുണ്ട്, എന്നാൽ അതിൻ്റെ മെച്ചങ്ങളും ഉപരിയുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറയുന്നു, നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുതകുന്ന രീതിയിൽ അടുത്ത വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇതിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, താങ്ക്സ്.